സ്മൃതി, അങ്ങനെ സിനിമ നാളെ റീഎഡിറ്റ് ചെയ്ത് പുറത്തു വരികയാണ്. റീഎഡിറ്റ് ചെയ്ത് നാളെ 10:30 മുതൽ കാണിക്കുന്ന സിനിമയിൽ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള അക്രമം, അതിൽ തന്നെ ഗർഭിണിയായ സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ പലയിടങ്ങളിലും മ്യൂട്ട് ചെയ്തേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീഷണി ഫലിച്ചു. കഥയുടെ കാമ്പ് തന്നെ കട്ട് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ തുടക്ക ഭാഗത്ത് കാണിക്കുന്നതാണ്. അതിൻ്റെ പല ഭാഗത്തായിട്ട് ഈ പറയുന്ന ഈ ബജ്രംഗി എന്ന പേര് വരുന്നുണ്ട്. അത് കട്ട് ചെയ്തെങ്കിൽ അത് മ്യൂട്ട് ചെയ്ത് എത്ര തവണ പ്ലേ ചെയ്യും? കാരണം വില്ലൻ പല സമയത്ത് രംഗപ്രവേശനം ചെയ്യുന്നതാണ്. ഭീഷണി ഭരിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ഭീഷണി ഭരിച്ചിട്ടുണ്ട്. ആ ഭീഷണിക്ക് വഴങ്ങുകയും അപ്പുറത്ത് ഏറ്റവും അധികമുള്ള കോടാനുകോടി ആരാധകർ മോഹൻലാലിനെ ഈ കാര്യത്തിൽ പിന്തുണയ്ക്കുന്നു. അപ്പുറത്ത് ഒരു ചെറിയ ന്യൂനപക്ഷം എതിർക്കുമ്പോൾ ആ എതിർപ്പ് കാണിക്കുന്നവരോടാണ് ഖേദപ്രകടനം നടത്തിയത്. നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രൂപത്തിലേക്കായിരിക്കാം ആ ഭീഷണിയും സമ്മർദ്ദത്തിൻ്റെ സ്വഭാവം. അതിനെ ഓവർകം ചെയ്യാൻ കഴിയണം എന്നില്ല, അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു സംവിധാനമായി ഒരു നിർമ്മാണ പദ്ധതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളുടെ ഒരു പങ്കല്ലല്ലോ അതിൽ പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മോഹൻലാലിൻ്റെ പോസ്റ്റാണ് നമ്മൾ ആകെ കണ്ടത്, അല്ലേ? ഖേദപ്രകടനം എന്നുള്ളത് മോഹൻലാലിൻ്റെ പോസ്റ്റാണ്. പിന്നീട് അത് പൃഥ്വിരാജിന് ഷെയർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയർ ചെയ്യേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിനുശേഷം ഒരു പരസ്യ പ്രതികരണത്തിന് ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല. മുരളി ഗോപി ആകട്ടെ ഈ വിഷയത്തിൽ ഈ സെൻസറിങ് എന്ന നിലപാടിനോട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിട്ടേ ഇല്ല. ഇന്നാണെങ്കിൽ ഈദ് മുബാറക്ക് എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലുണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭീഷണി ഫലിച്ചു എന്ന് പറയുമ്പോൾ ആ ഭീഷണിയുടെ സ്വഭാവം വേറെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ സിനിമ തിയേറ്ററിലെത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലൊക്കെ ഭീഷണി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ബോളിവുഡ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, ദീപിക പദുക്കോണ്ട സിനിമയടക്കം ആ രൂപത്തിൽ വിമർശിക്കപ്പെട്ടു. അതിനുശേഷം അത് തിയേറ്ററിൽ പോയി അനുമതി വാങ്ങി തിയേറ്ററിൽ ഓടുകയും നന്നായി ഹിറ്റാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേറൊരു രീതിയാണ് ഇവർ അവലംബിച്ചത്. കാരണം വസ്ത്രം അത് ഒരു എന്താണ് അടിവസ്ത്രം എന്ന് പറയുന്നത് സ്വിം സ്യൂട്ടായിരുന്നു, അല്ലേ? അതിൻ്റെ കാവി കളറായിരുന്നു, അതായിരുന്നു പ്രശ്നം. പക്ഷേ അവർ ആ കാവി കളറിട്ട് ആ ഭാഗം കട്ട് ചെയ്യാതെ തന്നെ ആ സിനിമ വന്നു, അതെല്ലാവരും കാണുകയും ചെയ്തു. സിനിമ ഹിറ്റായി. സിനിമ വളരെ ഗംഭീരമായ സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല, ഒരു തട്ടുപൊളിപ്പൻ പടമായിരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതിലെ ആദ്യ രംഗങ്ങളായാലും അതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയായാലും ഇതുവരെ ഇവിടെ മലയാളത്തിൽ, അല്ലെങ്കിൽ മലയാളത്തിലല്ല രാജ്യത്തായാലും ഇപ്പോൾ കുറച്ചു കാലമായി ഇവിടെ BJP ഭരണത്തിൽ വന്ന ശേഷം കാണിക്കാത്ത ഒരു ധൈര്യം ഈ സിനിമാ നിർമ്മാണത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രംഗങ്ങൾ അത്രയ്ക്കും ധൈര്യത്തോടുകൂടി ചെയ്താണ്. അതിങ്ങനെ അറിയാതെ ചെയ്തു പോയി, അറിയാതെ അഭിനയിച്ചു പോയി എന്ന രൂപത്തിലൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇത് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്, കൃത്യമായി ഇത് മനസ്സിലാക്കി ഓരോ രംഗവും കൃത്യമായി പറഞ്ഞ് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ടും പൃഥ്വിരാജിനെ എതിർത്തുകൊണ്ടും പ്രതികരണങ്ങൾ വന്നപ്പോൾ മല്ലിക സുമാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ ഒരു വസ്തു നിൽക്കുന്നു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി ചെയ്തിട്ടുള്ളതാണ്. അതിൽ അവർക്ക് ഒരു നിലപാടുണ്ടെന്നേ, ആ നിലപാടാണ് സിനിമയായി വന്നിട്ടുള്ളത്. സിനിമ വന്ന ശേഷമുള്ള ഭീഷണിയുടെ സ്വഭാവം നോക്കൂ. ഇതിൽ ആദ്യം തന്നെ ഇതൊരു സിനിമയായി കാണണമെന്ന രൂപത്തിൽ BJP നേതാക്കൾ പ്രതികരിക്കുന്നു. കാണണമെന്ന് പറഞ്ഞവർ പിന്നീട് നിലപാട് മാറ്റി. പക്ഷെ മാറി നിന്ന് അപ്പുറത്തുനിന്ന് ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുന്നു. ഈ ഉത്തരവാദപ്പെട്ടവർ തന്നെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന ഈ സയ്യിദ് മസൂദ് എന്ന പേര് ഇതിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് വരുന്നത് എങ്ങനെയാണ്? ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറും ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദും, ഈ രണ്ട് പേരുകളും ചേർന്നുകൊണ്ടുള്ള ഒരു പേരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ ഈ പൃഥ്വിരാജിന് അവരോടുള്ള ബന്ധം കൊണ്ടാണ്, അവരോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് എന്നൊക്കെ ഒരു ഗവേഷണം നടത്തി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. യുവരാജ് ഗോകുൽ എന്ന ഉത്തരവാദപ്പെട്ട ഇവരുടെ നേതാവ് നമ്മുടെ ചർച്ചകളിലൊക്കെ അതിഥിയായി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി, ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ്. നായകന് ലഷ്കർ തോയ്ബയും. 6 മാസം കുത്തിയിരുന്ന് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാരിൻ കുന്നത്തെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിന് ഉത്തരം കിട്ടേണ്ടതാണ്. മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താരരാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷറിയസ് അപ്പാർട്ട്മെന്റിൽ ഒന്ന് ആലോചിച്ച് നോക്കും. പൃഥ്വിരാജ് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു, പൃഥ്വിരാജിന്റെ മകളുടെ വിദ്യാഭ്യാസം മുംബൈയിലേക്കാക്കി. പക്ഷേ ഖാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതിന് ഉത്തരമാണ് എമ്പുരാനിലെ ചതി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറയുന്ന ഈ പോയി അടിക്കൂ എന്ന് പറയുന്നവർക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു വലിയ
വലിയ വിഭാഗമൊന്നായിരിക്കില്ല. പക്ഷേ ഈ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം അതിപ്പോൾ 3 ദിവസമായി വരുന്നു. ഇന്നലെ 2 ആയിരുന്നു, ഇന്നിപ്പോൾ ഒരു ലേഖനം കൂടി. അതിലാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വിരുദ്ധമാണ് ഈ സിനിമ എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് ഏതൊക്കെ വിഷയങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നു? CA വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മുനമ്പം വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് കൂടി ചോദിച്ചു വയ്ക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ അങ്ങനെ വിഴുങ്ങുന്ന വിഷയമൊന്നുമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞോടുന്നത്. 200 കോടി കടന്നിരിക്കുന്നു എന്നുള്ള പോസ്റ്റ് മോഹൻലാൽ ആദ്യം ഇടുന്നു, അതിനുശേഷം പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഈ പറയുന്ന സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിൻ്റെ വേഷമിട്ടുള്ള പോസ്റ്റർ ആദ്യം പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ട്, മുരളി ഗോപിയുടെ പേരുമുണ്ട്. അതിൽ മോഹൻലാലിൻ്റെ പേരുണ്ടായിരുന്നില്ല. അതായത് ഈ വിഷയത്തിൽ മോഹൻലാലിൻ്റെ ഖേദപ്രകടനത്തോട് അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് മോഹൻലാൽ തൻ്റെ ചിത്രം വെച്ചുകൊണ്ട് പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. പിന്നീട് പൃഥ്വിരാജ് വീണ്ടും തൻ്റെ പഴയ പോസ്റ്റ് മാറ്റുന്നു, മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഈ രൂപത്തിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുരളി ഗോപി ആകട്ടെ നല്ല അർത്ഥമുള്ള മൗനത്തിൽ തുടരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ആ മൗനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭീഷണിയൊക്കെ മറികടക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന പോലെ ഇത്രയും ഭൂരിപക്ഷം നമ്മുടെ പിന്നിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നവർക്ക് അത്ര എളുപ്പമല്ല. ഇനി അടുത്തൊരു സിനിമ ചെയ്യാൻ ഇതാ ബോളിവുഡിൽ സ്വീകാരനാകുന്നു പൃഥ്വിരാജെങ്കിൽ അവിടെ അതാ ഇനി അയാൾ വളരരുത് എന്നൊരു സന്ദേശം ഇവിടെ നിന്ന് എഴുതി വെക്കുന്നുണ്ട്. ആ സന്ദേശം ഏത് രൂപത്തിൽ എവിടെയൊക്കെ ചെന്ന് തട്ടും, എവിടെ നിന്നൊക്കെ അതിന് തടസ്സം വരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ പൃഥ്വിരാജിന് ശത്രുക്കളുണ്ട് എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. ആരും പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. AMMA പ്രതികരിച്ചിട്ടില്ല. AMMA ദിവസം വരെയും പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഒരുപക്ഷേ മോഹൻലാൽ അതിൻ്റെ ഇപ്പോഴും പ്രസിഡന്റ് തന്നെയാണ്, അല്ലേ? അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രതികരിക്കുന്നില്ല, പൃഥ്വിരാജിന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പുറത്ത് ഒരു പ്രതികരണം വരാത്ത ഘട്ടത്തിൽ ഇപ്പോഴത്തെ FFKയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണം. അത് മുഴുവൻ പ്രവർത്തകർക്ക് മോഹൻലാലിനും പൃഥ്വിരാജിനും പിന്തുണ എന്ന് പറയുന്നു. അതേസമയം ഈ കട്ട് ചെയ്തതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഭീഷണി പാടില്ല, നല്ല രീതിയിലുള്ള വിമർശനമാകാം എന്നൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് FFKയുടെ പ്രതികരണം ഈ വൈകിയ വേളയിൽ 5-ാം ദിവസം വന്നിരിക്കുന്നത്. ഇതൊരു തുടർച്ചയാകുമോ എന്നുള്ള ആശങ്കയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇനിയിപ്പോൾ ഇത്തരം രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഇനി ചെയ്യാൻ ആരും ഒന്ന് ഭയപ്പെടും. മോഹൻലാലിനെ പോലുള്ള വ്യക്തി പ്രത്യേകിച്ചും ഒന്ന് ഭയന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന് സംഘപരിവാറുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിനെ നേതാക്കൾ തന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഇനി അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ നന്നായി ആലോചിക്കുമെന്ന് തന്നെയാണ്. പൃഥ്വിരാജ് അദ്ദേഹത്തെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് അത്രയേ രാഷ്ട്രീയ ആലോചനകൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറേ സിനിമകൾ തുടർച്ചയായി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സമയത്താണ് നേരത്തെ നല്ല ഹിറ്റായി ലൂസിഫറിൻ്റെ 2ാം ഭാഗം വരുന്നത്. ഉറപ്പായും അതിൻ്റെ ഒരു ഹൈപ്പ് നമ്മൾ അതിൻ്റെ പ്രചാരണത്തിൽ മുഴുവൻ കണ്ടതാണ്. ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു ഈ പ്രചാരണത്തിൽ നിൽക്കുകയും ചെയ്തിരുന്നത്. ഈ ഭീഷണിയൊന്നും മറികടക്കാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഹരീഷിൻ്റെ കാര്യം പറഞ്ഞു. മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ അതിൽ വന്ന ഘട്ടത്തിൽ അതിനോടുള്ള ഭീഷണി എങ്ങനെയായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു, നമ്മളൊക്കെ അത് ചർച്ച ചെയ്തതാണ്. പിന്നീട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോഴും ഈ പറയുന്ന ഒരു ഭാഗം അതിൽ നിന്ന് നീക്കം ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയ്ക്കുണ്ട് ആ സമ്മർദ്ദം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അതിജീവിക്കാൻ കഴിയുന്ന സമ്മർദ്ദം അത് പല രൂപത്തിലാണ് വരികയെന്ന്. ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് നേരിടേണ്ടതുണ്ട്. അതിൽ നിങ്ങൾ അങ്ങ് പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾക്കും അത് സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്കയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഭീഷണി ഫലിച്ചിട്ടുണ്ട്. ഓക്കെ, Meet the editors.